സന്നദ്ധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ പുതിയതാ, ഓരോ ദിവസവും സൂര്യോദയം പുതിയതാ. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വെളിപ്പാടുകളും പുതിയതാ. ഓൺലൈനിലായിരിക്കുന്ന എല്ലാവർക്കും സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹോളിലുള്ളവരോട് ചേർന്ന് വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, രക്തബന്ധം ആത്മബന്ധത്തെ തകർക്കരുത്. രക്തബന്ധം ആത്മബന്ധത്തെ തകർക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, അല്ലേ? പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നാട്ടെ. പ്രിയമക്കളെ, ദൈവം എന്തുകൊണ്ടായി നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ആത്മലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ നടന്നിരിക്കുന്നത് ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടും നമുക്കവിടെ എത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഒരു ബലഹീനതയാണ്. രക്തബന്ധം വരുമ്പോൾ നമ്മൾ ആത്മബന്ധത്തെ രണ്ടാമതാക്കും. അതിലൂടെ നമ്മളുടെ ഇൻഹെറിറ്റൻസ്, അവകാശം, സ്വർഗ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മക്കളായും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായും ദൈവത്തിൻ്റെ അവകാശികളായും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായുള്ള വിളി നമുക്ക് നഷ്ടപ്പെടും. രക്തബന്ധം ആത്മബന്ധത്തെ തകർക്കരുത്. പകരം രക്തബന്ധത്തിലുള്ളവരെ ആത്മബന്ധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ദൈവകൃപയിൽ ആശ്രയിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു സന്ദേശമായതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ അല്പ പ്രയാസം ഉണ്ടാകും. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വീട് പറഞ്ഞു: എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ നിന്റെ വീട്ടുകാരിൽ ആരെയെങ്കിലുമോ നിന്നെ തന്നെയോ നീ സ്നേഹിച്ചാൽ നീ എനിക്ക് യോഗ്യൻ അല്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആത്മബന്ധത്തെക്കാൾ ഉപരി നീ രക്തബന്ധത്തെ കരുതുന്നുവെങ്കിൽ ഈ സ്വർഗീയ കുടുംബത്തിന് യോഗ്യനല്ല എന്നായി പറഞ്ഞേ. ഈ വാക്കുകൾ ആര് ശ്രദ്ധിക്കാൻ, അല്ലേ? ആര് ശ്രദ്ധിക്കാനല്ലേ? മക്കളെ, പലരെയും വീഴ്ത്തിയത്, ആത്മബന്ധത്തിൽ ഉണ്ടായിരുന്ന പലരെയും വീഴ്ത്തിയത് രക്തബന്ധമാണ്. രോഷ നിങ്ങൾ സംശയിക്കും, അതാരെ വീഴ്ത്തി? അപ്പനമ്മമാർ മക്കളെ വീഴ്ത്തുന്നു, മക്കൾ അപ്പനമ്മമാരെ വീഴ്ത്തുന്നു, ഭാര്യ ഭർത്താവിനെ വീഴ്ത്തുന്നു, ഭർത്താവ് ഭാര്യയെ വീഴ്ത്തുന്നു. സംശയിച്ചും പകച്ചും നോക്കണ്ട, ശ്രദ്ധിക്കുക. ആദ്യ കുടുംബം വീണത് എന്തുകൊണ്ട്? ആദം ഹവ്വ ദമ്പതികളുടെ ആദ്യ കുടുംബം വീണത് എന്തുകൊണ്ട്? ആത്മബന്ധത്തെക്കാൾ ഉപരി രക്തബന്ധത്തിന് ആദം പ്രാധാന്യം കൊടുത്തതുകൊണ്ട്. ആർക്കെങ്കിലും പറയാമോ അല്ല എന്ന്? ആത്മബന്ധത്തെക്കാൾ ഉപരി രക്തബന്ധത്തിന് ആദം പ്രാധാന്യം കൊടുത്തു. ആദ്യ കുടുംബം, മനുഷ്യ കുടുംബം വീണു, നമ്മളെല്ലാം വീണു.
സ്വർഗത്തിലെ ദൈവം പറയാണ് അതിന്റെ കാരണം ഒരൊറ്റ മനുഷ്യനാണ്. ഒരൊറ്റ മനുഷ്യൻ. റോമ 5:12 പറയാണ് ആ ഒറ്റ മനുഷ്യനാണ് ആദം. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മനുഷ്യ ലോകത്തിൽ പിശാച് കയറി. ഒരൊറ്റ മനുഷ്യൻ കാരണം. ആത്മബന്ധത്തെക്കാൾ ഉപരി രക്തബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു. ഹല്ലേലൂയ. മോളെ നിന്നോടാ പറയണേ, നിനക്ക് നഷ്ടമാകാതിരിക്കണമെങ്കിൽ ആത്മബന്ധം ഒന്നാമത് വെക്കണം, രക്തബന്ധം രണ്ടാമതേ പാടുള്ളൂ. ജഡരക്തബന്ധങ്ങൾ നിലനിൽക്കത്തില്ല. അത് ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും നിന്റെ ഭർത്താവിന് നിന്റെ ഭർത്താവായിരിക്കാനും, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ഭാര്യയായിരിക്കാനും, നിന്റെ മക്കൾക്ക് നിന്റെ മക്കളായിരിക്കാനും, നിന്റെ അപ്പനും അമ്മയ്ക്ക് നിന്റെ അപ്പനും അമ്മയായിരിക്കാനും കഴിയില്ല. അത് ജഡത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഒരൊറ്റ പ്രാവശ്യം. ഹല്ലേലൂയ. ആ സമയത്ത് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജനത്തെ ആത്മബന്ധത്തിലേക്ക് നയിക്കുക. ഒരിക്കലും നമ്മൾ ഈ ജഡരക്തത്തിലേക്ക് മടങ്ങി വരത്തില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദൈവം ആദത്തോട് പറയുന്നത് കേൾക്കാം. നീ എന്നെക്കാളുപരി, ദൈവം ചോദിക്കുക, നീ എന്നെക്കാളുപരി നീ ഞാനുള്ള ബന്ധം എന്താ? ആത്മബന്ധമാ. നീ നിന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം എന്താ? രക്തബന്ധമാ, അല്ലേ? എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും, അല്ലേ? ആ ബന്ധമല്ലേ? ഞാനും നീയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ആത്മബന്ധമാ. നീ എന്നേക്കാൾ ഉപരി, ദൈവം ചോദിക്കുക, ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി നിന്റെ രക്തബന്ധത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അവരെ പുറത്താക്കി. അപ്പനെ വേണ്ടാത്തവരെ, അപ്പൻ പറഞ്ഞത് മാനിക്കാത്തവരെ സ്വർഗത്തിലെ ദൈവം പുറത്താക്കി. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് പാപം ചെയ്യുന്ന ജനത്തോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹമില്ല. അതാരായാലും ശരി, ദൈവം പറയുന്നത് നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ, സ്പിരിച്വൽ അതോറിറ്റിക്ക് നാം കീഴടങ്ങുന്നില്ല എങ്കിൽ, നാം ദൈവത്തെയാണ് എതിർക്കുന്നത്. ദൈവം നമ്മളെ പുറത്താക്കും. അതാരെന്ന് ദൈവത്തിന് നോട്ടമില്ല. ഷാജി എന്നോ തൊമ്മനെന്നോ പത്രോസ് എന്നോ ആരെന്ന് നോട്ടമില്ല. ദൈവം മാറ്റും. ബി അണ്ടർ അതോറിറ്റി ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കേൾക്കണോ? ആദ്യ കുടുംബം ആത്മബന്ധത്തെക്കാൾ ഉപരി രക്തബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ദൈവം പറയുക. ഉൽപ്പത്തി 3:17 വരുമ്പോ ദൈവം ആദത്തോട് പറയുകയാണ്, നീ ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി, ഞാൻ നിന്നോട് പറഞ്ഞു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. നിന്റെ ഭാര്യ വന്ന് നിന്നോട് പറഞ്ഞു, ചാച്ചാ അത് കഴിക്കാം, നമ്മൾ ദൈവത്തെ പോലെയാകും. പിശാചിനാൽ ചതിക്കപ്പെട്ട ഭാര്യ വന്നൊരാലോചന പറഞ്ഞപ്പോൾ നിനക്കത് ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയതായി. രക്തബന്ധം പറഞ്ഞത് ആത്മബന്ധം പറഞ്ഞതിനേക്കാൾ നിനക്ക് വലിയതായി. മക്കളെ ശ്രദ്ധിക്കുക. ഇതാ യേശു പറഞ്ഞേ, എന്നെക്കാളുപരി, ഹല്ലേലൂയ, എന്നെക്കാളുപരി നീ നിന്റെ വീട്ടിലെ ആരെയെങ്കിലും സ്നേഹിച്ചാൽ നീ എനിക്ക് കൊള്ളാവുന്നവൻ അല്ല. ശ്രദ്ധിച്ചോളണം പ്രിയ മക്കളെ, ശ്രദ്ധിച്ചോളണം. വായിക്കേ ഉൽപ്പത്തി 3:17. മനുഷ്യനോട് കൽപ്പിച്ചതോ, ആദത്തോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും
തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് ആ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചു, നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞു. ആത്മബന്ധമായ ഞാൻ നിന്നോട് കൽപ്പിച്ചു, രക്തബന്ധമായ ഭാര്യ നിന്നോട് പറഞ്ഞു. നീ ഏതനുസരിച്ചു? ഏതനുസരിച്ചു? രക്തബന്ധം പറഞ്ഞത് അനുസരിച്ചു. എൻ്റെ മക്കളെ, നിങ്ങൾ ഇന്നും അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകുമ്പോൾ ഓൾറെഡി ഈ വിശ്വാസത്തിൽ കടന്നു വന്നവർ മനസ്സിലാക്കിക്കോ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. കുഞ്ഞെ, നീ ഏതനുസരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കും. ഈ വിശ്വാസത്തിൽ നിന്ന് നിന്നെ വീഴിക്കാൻ തക്കവണ്ണം ദൈവം എന്ത് പറഞ്ഞോ അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ തക്കവണ്ണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തക്കവണ്ണം നിന്റെ വീട്ടിലുള്ളവർ നിന്നെ പ്രോംപ്റ്റ് ചെയ്യും, നിന്നെ പ്രലോഭിപ്പിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അതിന് നീ ഏൽപ്പിച്ചു കൊടുത്താൽ നീ മറ്റൊരാദമായി മാറി. ഇതുകൊണ്ടാ ദൈവവചനം പറയുന്നത്, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, മനുഷ്യരുടെ ഉപദേശങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എല്ലാ മനുഷ്യരെയും ഒരേപോലെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിവിടുന്ന് കടന്നു പോകുമ്പോൾ ഈ ഹോളി ശബ്ദ കാഴ്ചപതിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് ഡിനോമിനേഷനോ ഏത് ഗ്രൂപ്പോ ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നീ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ. അല്ല, രക്തബന്ധമൊന്നും കർത്താവായ യേശു നോക്കുന്നില്ല, സ്വർഗസ്ഥ പിതാവ് നോക്കുന്നില്ല. ഒരിക്കൽ യേശുവിന്റെ അടുക്കിലേക്ക് യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലര് വന്നിട്ട് പറഞ്ഞു, ദേ രക്തബന്ധം വന്നേക്കണു, രക്തബന്ധം. അവര് വിചാരിച്ചു യേശു ഇപ്പോ തങ്ങളെ പൂഴ്ത്തിയാടാ, നീ എന്താണ് ഇത്ര നേരത്തെ പറയാഞ്ഞത്? ഞാൻ പ്രസംഗം നിർത്തി അങ്ങ് വന്നേനായിരുന്നല്ലടാ. ഒരു 3-4 കസേര ഇവിടെ ഇട്ടെ, എല്ലാവരും അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി പൂഴ്ത്തിയിട്ട് തുടങ്ങാം അടുത്ത പ്രസംഗം. ഇതൊന്നുമല്ല യേശു പറഞ്ഞേ. ഇതാ നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നേക്കണു, രക്തബന്ധം വന്നേക്കണു. യേശുവിനോട് എന്ന് പറയാ, രക്തബന്ധം വന്നേക്കണമെന്ന്. ഉടനെ യേശു അപ്പൊ അറിഞ്ഞ ആളോട് ചോദിച്ചൊരു മറുചോദ്യം, ആര് എൻ്റെ അമ്മ, ആര് എൻ്റെ സഹോദരങ്ങൾ? നിങ്ങളാണെങ്കിൽ തിരിച്ചു ചോദിച്ചേനല്ലേ, വിവരമില്ലേ യേശുവേ? ഇത്ര പെട്ടെന്ന് അമ്മേനെ മറക്കുവോ? നമ്മുടെ ഭാഷ പറഞ്ഞ നീ അമ്മേനെയൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയോ അല്ലേ? യേശു ചോദിക്കുക, ആരെന്റെ അമ്മ, ആരെന്റെ സഹോദരങ്ങൾ? ഉടനെ നമ്മൾ പറഞ്ഞേ, യേശു എന്നൊക്കെ അറിയില്ലേ? ഇതേ യോസേ, യാക്കോബ്, ദേവ, ഇവരൊക്കെ അറിയത്തില്ല, നീ ഇത്ര മറന്നുപോയോ? അപ്പൊ രക്തബന്ധം വന്നെന്ന് പറഞ്ഞപ്പോ ഉടനെ യേശു പറയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ശിഷ്യന്മാരുടെ നേരെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. ആ തീക്ഷ്ണത കണ്ടോ? പിതാവിന്റെ ഇഷ്ടത്തോടുള്ള തീക്ഷ്ണത, പിതാവിനോടുള്ള തീക്ഷ്ണത കണ്ട. എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ പേരും പറഞ്ഞ് അപ്പനെ ഒഴിവാക്കുന്ന ഒരു കൂട്ടം ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയായി യേശു പറയുകയാണ്, എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ കുടുംബാംഗങ്ങൾ. മോനെ മോളെ, നിനക്ക് ക്രിസ്തുവിന്റെ കുടുംബാംഗമായി മാറണോ? ദൈവത്തിന്റെ കുടുംബാംഗമായി മാറണോ? അതിനാ നിന്നെ വിളിച്ചേക്കണേ. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാ. അതിനാ നിന്നെ വിളിച്ചേക്കണേ. ഹല്ലേലൂയ, അതിനാ നിന്നെ വിളിച്ചേക്കണേ.
യേശുവിനെ കർത്താവായി സ്വീകരിച്ച അനേകരെ ആ കുടുംബത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുമ്പോൾ, മത്തായി 21, 22, 23 രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വീകരിച്ച അനേകരെ ആ കുടുംബത്തിൽ പ്രവേശിക്കാതിരിക്കുമ്പോൾ നിനക്കവിടെ പ്രവേശിക്കണോ? യേശു പറഞ്ഞൊരൊറ്റ കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല, ആ വീട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവിടെ പ്രവേശിക്കുന്നത്. ആ പിതാവിന്റെ ഇഷ്ടത്തിന് പുല്ലുവരെ കൽപ്പിച്ചുകൊണ്ട് യേശുവിനെ കുറിച്ച് മോശം പറഞ്ഞാൽ അവിടെ എത്തുമെന്ന് ചിന്തിക്കുന്നവരെ യേശു തിരിച്ചു പറയുക, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ കുടുംബത്തിൽ എത്തത്തില്ല. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ രാജ്യത്ത്, സ്വർഗരാജ്യത്ത് പ്രവേശിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ ധ്യാനം കൂടിയെന്നും പറഞ്ഞുകൊണ്ടെന്ന് അവിടെ കയറാൻ പറ്റത്തില്ല. ധ്യാനം കൂടിയപ്പോ അതിനുള്ള വഴി പറഞ്ഞു തന്നു. നിങ്ങളെ ഡ്യൂട്ടിയാ. ആത്മാർത്ഥതയോടെ നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒന്നും നിങ്ങളോട് തന്നില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു പിരിവ് എടുത്തില്ല. ഹല്ലേലൂയ. കാരണം സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത്, കാരണം ഇതിന് ചെലവില്ലെന്നല്ല, ഇതിന് ചെലവുണ്ട്. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നത് എന്നറിയാമോ? ചിലപ്പോൾ 500 രൂപ ചിലരോട് മേടിക്കും, ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ. അവര് ചോദിക്കുന്നത്, പലരും ചോദിക്കുന്നത്, ഈ 500 രൂപ കൊണ്ട് നിങ്ങൾ 7 ദിവസം, ഒരു ദിവസം 4 നേരം വെച്ച് എങ്ങനെ കൊടുക്കും? പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇവർക്ക് വേണ്ടതെല്ലാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഇത് ലാഭം നോക്കിയല്ല ഇത് ചെയ്യുന്നത്. പകരം നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ തക്കവണ്ണം പലരും ഇതിന്റെ പുറകിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ ആരോടും പൈസ ചോദിക്കാറുമില്ല. തരണേമെന്ന് പറഞ്ഞ് നടക്കാറുമില്ല. പിന്നെ ആരെങ്കിലും ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങളോട് പൈസ ചോദിക്കുന്നെങ്കിൽ അതിന് ഇതുമായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക, നിങ്ങൾ ഓരോരുത്തരെയും ആ താൽക്കാലിക രക്തബന്ധത്തിലല്ല, നിത്യമായ ആത്മബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരു ക്രമീകരണമാണ് ഈ പ്രാർത്ഥനാലയ ധ്യാന കേന്ദ്രം. ഇതുപോലത്തെ അനേകം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കുക വ്യക്തതയോടെ. നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ രക്തബന്ധങ്ങൾ വരും. ഇതൊന്നും വേണ്ടാട്ടാ, ഇതൊക്കെ ശരിയല്ല, നമ്മുടെ വിശ്വാസം നിന്നാ മതി. അവിടെയാണ് നിങ്ങളുടെ ടെസ്റ്റ്. അവിടെയാണ് നിങ്ങളുടെ ടെസ്റ്റ്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പുറകെ ടെസ്റ്റ് വരും. ഹല്ലേലൂയ. എന്തിനാ ടെസ്റ്റ് പറഞ്ഞെന്നറിയാമോ? ഞാനും നിങ്ങളും കേട്ട സത്യം നിലനിൽക്കോ ഇല്ലയോ എന്നറിയാൻ. വചനം കേട്ടാൽ, സത്യം കേട്ടാൽ ടെസ്റ്റ് വരും. ചിലർ ചിന്തിക്കുന്നു, എനിക്കത് വന്നിട്ടുണ്ടല്ലോ. അതെ, വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ദൈവം കുഞ്ഞെ നിന്നോട് സംസാരിക്കുന്നത്. മത്തായി 13:21 ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടം ഉണ്ടായെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിനക്ക് ഈ പ്രതികാരം ഉണ്ടായെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിന്റെ വീട്ടുകാർ നിനക്കെതിരെ തിരിഞ്ഞെന്നറിയാമോ? നീ വചനം കേട്ടതുകൊണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ ഉണ്ടായാൽ, മത്തായി 13:21 വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ ഉണ്ടായാൽ അത് വേറൊന്നും കൊണ്ടും ഉണ്ടായതല്ല, നീ വചനം കേൾക്കാൻ പോയതുകൊണ്ടാണ് ഈ ഞെരുക്കം ഉണ്ടായേ. ആ ഞെരുക്കം വേറൊന്നുമല്ല, നിന്നെ ടെസ്റ്റ് ചെയ്യുക, നീ വചനത്തിൽ നിലനിൽക്കോ ഇല്ലയോ എന്നറിയാനാ. വായിച്ചേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വെറും എലിക്കുട്ടികൾ. എന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ഷണത്തിൽ ഇടറിപ്പോകാനല്ല, വചനം നിമിത്തമോ ഉപദ്രവം ഉണ്ടായ. നീ ആ വചനം കേൾക്കാൻ പോയത് കൊണ്ടാണ് ഉപദ്രവം ഉണ്ടായേ. നീ സത്യവചനം കേട്ടത് കൊണ്ടാണ് ഉപദ്രവം ഉണ്ടായേ. ഹല്ലേലൂയ.
അത് ദൈവം അനുവദിച്ചതാ. ഏദൻ തോട്ടത്തിൽ പിശാചിനെ ദൈവത്തിന് കേറ്റാതിരിക്കാമായിരുന്നു. പക്ഷെ ദൈവം ഇന്നും പിശാചിനെ അനുവദിച്ചിരിക്കുകയാണ് ഒരു പീരീഡ് വരെ. എന്തിനാണ്? വചനം കേട്ടതിന് ശേഷം നിന്റെ അടുക്കലേക്ക് പിശാചിനെ അയക്കും, മനുഷ്യരൂപത്തിൽ അയക്കും. ആ മനുഷ്യന്റെ പുറകിൽ നിൽക്കുന്ന പിശാചായിരിക്കും. നീ കേട്ട വചനത്തിന് എതിരെ നിന്നോട് സംസാരിക്കും. നീ എന്ത് വചനം കേട്ടോ അതിനെതിരെ സംസാരിക്കും. ഇതല്ല ഏദൻ തോട്ടത്തിൽ നടന്നേ. ദൈവം എന്താ പറഞ്ഞേ ആദത്തോട്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതിനുശേഷം ആരെ അനുവദിച്ചു? പിശാച് തോട്ടത്തിൽ കയറി. ദൈവത്തിന് പറയാമായിരുന്നോ, ഡാ മാറി നിൽക്കടാ, എന്റെ പിള്ളേരെ തൊടരുത്? ഇല്ല, തൊട്, നീ പോയി തൊട്. യോബിനെ കുറിച്ച് പറയുമ്പോ പിശാചിനെ അനുവദിക്കുക, നീ തൊട്ടോ നോക്കട്ടെ അവനനുസരിക്കോ ഇല്ലെന്ന്, അവൻ വീഴോ ഇല്ലെന്ന്, എനിക്കെതിരെ അവൻ കുറ്റം പറയോ ഇല്ലെന്ന്. ഇതാ പിശാച് ഏദൻ തോട്ടത്തിൽ കയറി. നേരെ ദൈവം എന്ന് പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ്. ദൈവം പറഞ്ഞു നന്മ തിന്മകളെ കുറിച്ചുള്ള ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. പിശാച് എന്നാ പറഞ്ഞേ? അതിന് നേരെ ഓപ്പോസിറ്റ്. മരിക്കുകയില്ല, നിശ്ചയം മാത്രമല്ല തിന്നാ നിങ്ങൾ ദൈവത്തെ പോലെയാകും. കണ്ടോ, ടെസ്റ്റ് വന്നു. എന്തുകൊണ്ടാ? വചനം കേട്ടതുകൊണ്ട്. നീ എന്താണോ കേട്ടത് അതിന് ഓപ്പോസിറ്റ് കേൾക്കാൻ ദൈവം നിനക്ക് അവസരം തരും. അവിടെയാണ് നിന്റെ മാറ്റരയ്ക്കുന്നത്. അവിടെയാണ് ദൈവസ്നേഹം തിരിച്ചറിയുന്നത്. ആ ദൈവത്തെ തിരിച്ചറിയണം. എനിക്ക് തിന്മ തരാൻ ദൈവത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ഈ വിശ്വാസം ഒരു കാഷ്വൽ ആയിട്ട് ഇത് ലൈറ്റ് ആയിട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ആട്ടെ പോട്ടെ, ഇത് ലൈറ്റ് ആയിട്ട് എടുക്കരുത്. ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യമായിട്ട് എടുക്കണം. കാരണം ഈ ലോക ജീവിതം ഒരു ടെസ്റ്റ് മാത്രം, പരീക്ഷ മാത്രം. ഇനി ഒരിക്കലും ഈ ജഡരക്തത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയില്ല. ഇനി ഒരിക്കലും നിന്റെ ജീവിത പങ്കാളിയുമായി ഈ ജഡരക്ത ജീവിതം ലഭ്യമല്ല. ഇനിയുള്ള ജീവിതം ആത്മജീവിതമാണ്. അവിടെ നാം ജഡരൂപികളല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലേക്ക് യോഗ്യത പ്രാപിച്ചാൽ അവിടെ നിങ്ങൾ ആത്മരൂപികളാണ്, ദൈവദൂത തുല്യരാണ്. അവിടെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇതിനെ ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വീഴും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. വിളിക്കപ്പെട്ട അനേകരാ, തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാ. ഇവിടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ചെയ്തിരിക്കുന്നത് ക്രിസ്തുവോട് ചേർന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. സ്പിരിച്വൽ ഗ്രാഫ്റ്റിംഗ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടോ, ഇതാ പലതും ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൽ നല്ലൊരു പങ്കും പിടിക്കത്തില്ല, വളരെ കുറച്ചേ പിടിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ആ മുന്തിരിവള്ളിയായ വേരുള്ള മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവോട് വേരില്ലാത്ത ആദത്തിൽ ഉണങ്ങിപ്പോകുന്ന ശാഖിയായ നമ്മളെ ഇതാ അതുമായിട്ട് കൂട്ടി ഒട്ടിച്ച് ബഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഉണങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞത് എടുത്ത് ചുട്ടുകളയാനേ കൊള്ളത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. അതല്ലേ ഈ പറയുന്നേ. ഇത് ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് സംസാരിക്കുക. ഓരോ ദിവസവും പുതിയത് 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 പുതിയത്. അല്ലാണ്ട് എഴുതി കാണാപ്പാടെ എഴുതി വെച്ച് പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3 പറയല്ല. ആത്മാവിൽ അകത്തളത്തിൽ വെളിപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയം നിരൂപിക്കാത്തത്, ഇന്ന് വരെ ചിന്തിക്കാത്തത് ദൈവം നിങ്ങളോട് പറഞ്ഞു തരിക. രക്തബന്ധം നിന്റെ ആത്മബന്ധത്തെ തകർക്കരുത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്.
ഒരിക്കലൊരു സഹോദരൻ ഷാർജയിലെ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നൊരു സഹോദരൻ. ദൈവവചനം കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ ഓടി വരും. ഒരിക്കൽ അവിടെ ഹീലിംഗ് സ്കൂളിന്റെ ഹീലിംഗ് ട്രെയിനിങ് നടന്നപ്പോ ആ മകന്റെ കാലിലൊരു വേദന ഉണ്ടായിരുന്നു. ആ മകൻ തന്നെ ആ മകന്റെ കാലിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അന്ന് ട്രെയിനിങ്ങിൽ പറഞ്ഞു. പ്രാർത്ഥിച്ച ഉടനെ കാല് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ആ മകന് ശക്തമായ വിശ്വാസം ഉണ്ടായി. വളരെ ആക്റ്റീവായിട്ട് നടന്ന സഹോദരൻ. ആ സമയത്താണ് ആ മകന്റെ അമ്മ നാട്ടിൽ നിന്ന് അവിടെ വന്നത്. നാട്ടിൽ നിന്ന് അമ്മ വന്ന ശേഷം അമ്മ ആ മകനെ വിലക്കി, ഈ മീറ്റിങ്ങിന് പോകരുത്. വേറൊന്നുമല്ല, എടാ നമ്മുടെ വിശ്വാസമാണ് വലിയത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം. വിശുദ്ധ ബൈബിളിലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തനായ യേശുവിന്റെ വിശ്വാസമാണ് റൈറ്റ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. യേശുവിന്റെ വിശ്വാസമാണ് റൈറ്റ്. ആ യേശുവിന്റെ മനസ്സുള്ളവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറയുകയാണ്, ഏക സത്യതയുമായ അങ്ങയെയും അങ്ങയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് യേശു സംസാരിക്കുന്നത്. യേശുവിന്റെ വിശ്വാസമായിരിക്കണം, അല്ലാതെ മനുഷ്യ കമ്മിറ്റിയിലെ മനുഷ്യാലോചന ആയിരിക്കരുത് നമ്മുടെ വിശ്വാസം. അത് മണൽമേൽ പണിയുന്നതാ. ദൈവവചനത്തിലെ ക്രിസ്തുവിന്റെ ആലോചനയായിരിക്കണം, ദൈവാലോചനയായിരിക്കണം നമ്മുടെ വിശ്വാസം. അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നതാ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു പോകണം മക്കളെ. ഇവിടെ നിന്ന് നിങ്ങളുടെ പോയാൽ ഇനി നിങ്ങളുടെ ഊഴവാ. യേശു പറയുന്നു, എന്നേക്കാൾ അധികം നിന്റെ രക്തബന്ധത്തിൽ ആരെങ്കിലും, നിന്റെ കുടുംബ ബന്ധത്തിൽ ആരെങ്കിലും ആണ് നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നീ തള്ളിക്കളയും. അതോടുകൂടെ നീ പരാജിതനാവും. ഹല്ലേലൂയ. നമുക്ക് വാക്യം എടുത്ത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. 37-ാം വാക്യം. അതിന്റെ 37 ആദ്യം വായിച്ചോളൂ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കണ്ടോ, എല്ലാ രക്തബന്ധങ്ങളാ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യൻ അല്ല. ഹല്ലേലൂയ. യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അതിനെ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് അത്രേ ഉള്ളൂ. തുപ്പിക്കളയൊന്നു. എന്താ കർത്താവ് പറയുന്നേ? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ സഭയിലുള്ള നിന്നെ, പുറത്തുള്ള ആളല്ല, ലവോദൂക്കിയ സഭയിലുള്ള നിന്നെ, പുറത്തുള്ള ആളല്ല, സിഡ്നി സഭയിലുള്ള നിന്നെ, പുറത്തുള്ള ആളല്ല, ദുബായ് സഭയിലുള്ള നിന്നെ, പുറത്തുള്ള ആളല്ല, ഷാർജ സഭയിലുള്ള നിന്നെ, പുറത്തുള്ള ആളല്ല, ട്രിവാൻഡ്രം കേരള സഭയിലുള്ള നിന്നെ, നീ ലോകത്തിന്റെ ഏത് സഭയിലായാലും യേശു കർത്താവ് പറയുന്നു, നീ എനിക്ക് യോഗ്യനല്ല, നിന്നെ ഞാൻ തുപ്പിക്കളയും. ഹല്ലേലൂയ. അവിടെ കൃപയൊന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ പറയുന്ന കൃപ, ബൈബിളിലെ കൃപ വർക്ക് ചെയ്യും. നമ്മൾ പറയുന്ന കൃപ, ഹൈപ്പ് ക്രൈസ് ഒന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കും ഇനി അവരെയൊക്കെ കൂടി ചേർത്ത് കൊണ്ടാകുമെന്ന്. ദൈവം അങ്ങനെ സഹായിക്കട്ടെ. പക്ഷെ നല്ലൊരു പങ്ക് പറ്റൂല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളായി മാറും. ഇതൊന്നും സാധാരണപ്പെട്ട സഭകളിൽ വായിക്കാറില്ല ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിലൂടെ പറയുന്നത് ദൈവരാജ്യമാണ്, കിങ്ഡം വേറെയാണ്. ഈ ഭൂമിയിലുള്ളത് മനുഷ്യരാജ്യവും പിശാചിന്റെ രാജ്യവുമാണ്. ഇത് തമ്മിൽ ചേരത്തില്ല. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ പൈശാചിക രാജ്യക്കാരുണ്ടാകും, സ്വകേന്ദ്രീകൃതമായ മനുഷ്യരാജ്യക്കാരുണ്ടാകും. നിങ്ങൾ അവിടെ ദൈവരാജ്യം കൊണ്ട് ചെല്ലുമ്പോൾ രണ്ടും തമ്മിൽ അടിയായി. പാകിസ്ഥാനിലെ കുറെ പേര് ഇന്ത്യയിലേക്ക് കയറുന്ന പോലെ ഇരിക്കും. ദൈവരാജ്യക്കാർ സ്വന്തം രാജ്യക്കാരുടെ ഇടയിലേക്കും പൈശാചി രാജ്യക്കാരുടെ ഇടയിലേക്കും കയറുന്നു. അടി.
ഇതുകൊണ്ടാണ് യേശുക്രിസ്തു അതിന്റെ 34-ാം വാക്യം മുതൽ പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ സമാധാനം ഉണ്ടാക്കാനാ വന്നേന്ന്. സമാധാനം ഉണ്ടാക്കാനല്ല ഞാൻ വന്നേക്കണേ, ഞാൻ വന്നത് വാള് വരത്താനാ ഞാൻ വന്നേക്കണേ. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. അപ്പൊ ഇനി അവിടെ ചെല്ലുമ്പോ, ഇനി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ, അയ്യോ ഇതെന്താ അമ്മ എനിക്കെതിരെ ഇങ്ങനെ വരുന്നേ, എന്ത് അപ്പൻ എന്താ ഇങ്ങനെ വരുന്നേ, ഇതെന്താ എന്റെ മോളെന്താ ഇങ്ങനെ വരുന്നേ, മോനെന്താ ഇങ്ങനെ വരുന്നേ എന്ന് ചിന്തിക്കണ്ട. അങ്ങനെ വരും. ആര് പറഞ്ഞു? യേശു പറയുക. വായിച്ച 34 മുതൽ. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു വ്യക്തതയോടെ പറയാം. നമ്മുടെ എല്ലാം ചിന്ത എന്താ? യേശു എന്ത് വരുത്താൻ വന്നെന്നാ? അപ്പൊ ഈ യേശുവിനെ കണ്ട? ഇതാണ് ബൈബിളിലെ യേശു. ഈ ബൈബിളിലെ യേശു എന്നാ പറയണേ? ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്താൻ വന്നേക്കണേ. അതെവിടെയാ? നിന്റെ വീട്ടിൽ തന്നെ, നിന്റെ നാട്ടിൽ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയായിരിക്കും പ്രശ്നം. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന്റെ തുടക്കത്തിലെ ദൈവം ഇതിന് ടൈറ്റിൽ കൊടുത്തത് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, പക്ഷെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറഞ്ഞു കിടക്കുന്ന സന്ദേശം. ഹല്ലേലൂയ. ഈ സന്ദേശം പ്രസംഗിച്ചാലേ എതിർപ്പ് വരത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണം. ആരുടെ? നമ്മുടെ. ആരുടെ മനസ്സ് പ്രകാരം? ക്രിസ്തുവിന്റെ മനസ്സ് പ്രകാരം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല ഞാൻ പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എപ്പോ സത്യം നാം അറിയുന്നോ ആ സത്യം നമ്മളെ അവിടെ സ്വതന്ത്രമാക്കിയാൽ അടുത്ത സത്യം കിട്ടും, അല്ലെങ്കിൽ അടുത്ത സത്യം കിട്ടില്ല. ഹല്ലേലൂയ. തിരിച്ചറിയും. ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നത്. താഴേക്ക്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനസ്സിലായോ? ആള് ശരിക്കും കേട്ടില്ല. ഒന്നുകൂടി വായിച്ചു സിസ്റ്ററെ. മനുഷ്യനെ തന്റെ അപ്പനോടും. അപ്പോ ഒരു മകൻ അപ്പനും എതിരെ വരും. പിടുത്തം കിട്ടിയോ? അത് വീട്ടിൽ വരും. ഹല്ലേലൂയ. കണ്ട അതിശയിക്കരുത്. ദൈവത്തിന്റെ ഉത്തരവാദിത്വം, ദൈവം തന്ന ജ്ഞാനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ഗൈഡൻസിലൂടെ മുന്നോട്ടേക്ക് പോകാം. ഓരോരുത്തരോടും ദൈവം വ്യത്യസ്തമായിരിക്കും ഇടപെടുന്നത്. അങ്ങനെ ഇടപെടണമെങ്കിൽ നിങ്ങൾ ആത്മാവിന്റെ നിയമത്തിലേക്ക് വരണം. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ മകളെ അമ്മയോടും. മകളും അമ്മയും തമ്മിൽ കോർക്കും. മകളെ അമ്മയോടും. ഹല്ലേലൂയ. എതിര് വരും. താഴേക്ക്. മരുമകളെ അമ്മാവിയമ്മയോടും. മരുമകളും അമ്മായിയമ്മയും തമ്മിൽ. അതായത് വീട്ടുകാർ പരസ്പരം വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായി നിൽക്കും. കാരണം രാജ്യം വേറെ, ഇവരകത്ത്. കുടുംബത്തിൽ 4 ചുവരിന്റെ ഉള്ളിലാ 2 പേരും അല്ലെങ്കിൽ 4 പേരും. പക്ഷെ അവരുടെ ആത്മാവിൽ അവർ രാജ്യങ്ങൾ വേറെ വേറെയാ. അവരങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കും. എന്താണ് ഇതിന്റെ കാരണം എന്ന് സാധാരണ മനുഷ്യർക്ക് പിടുത്തം കിട്ടത്തില്ല. അകത്തളത്തിൽ ആത്മരാജ്യങ്ങൾ വേറെ വേറെയാ. അതുകൊണ്ട് തന്നെ താഴെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ശ്രദ്ധിച്ചു കേട്ടോ. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. അപ്പൊ ഇങ്ങനെ ആകുമ്പോ അതിശയിക്കരുത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ. ഇത് ആര് പറഞ്ഞതാ? യേശു കർത്താവ് പറഞ്ഞതാ. ജീവിതത്തിൽ പ്രിയമക്കളെ നിങ്ങളിത് മറന്നു പോകരുത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നീ ഇന്ന് ആയിരിക്കുന്ന ആത്മബന്ധത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ആത്മബന്ധത്തെ തകർത്ത് കളയണം. അല്ല, നീ അവരോട് കൂടെ നടക്കുകയാണെങ്കിൽ വിഷയമൊന്നുമില്ല. പക്ഷെ നീ അവരോട് കൂടെ നടക്കാതെ നീ ക്രിസ്തുവോട് ചേർന്ന് നടക്കുകയാണ് എങ്കിൽ പ്രശ്നമായി. ക്രിസ്തുവിന്റെ പേരിൽ നടന്നാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ക്രിസ്തുവെ അനുഗമിച്ച് നീ നടന്നാൽ പ്രശ്നമായി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനിയെ പോലെ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ചുമ്മാ ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ്
ആഴ്ചയിലും മാസത്തിലും ഒരിക്കലും സൗകര്യം കിട്ടും ഒന്ന് പള്ളിയിൽ പോയി നടന്നാൽ ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ നീ ക്രിസ്തുവെ അനുഗമിച്ച് വചനപ്രകാരം നീ ജീവിക്കാൻ നടന്നാൽ പ്രശ്നമായി. ഇതാണ് 2 തിമോത്തി 3:12 പറയുന്നത്. നീ ക്രിസ്തയേശുവിൽ ഉഴപ്പി ചുമ്മാ ഈ ലോക ക്രിസ്ത്യാനിയെ പോലെ നടന്നാൽ കുഴപ്പമില്ല. പക്ഷെ ക്രിസ്തു പറയുന്നത് അനുസരിച്ച് നീ ജീവിക്കാൻ പോയാൽ, ഭയഭക്തിയോടെ അനുസരണത്തോടെ നീ ജീവിക്കാൻ പോയാൽ, ദുഷ്ട മനുഷ്യരും അതായത് പിശാചിന്റെ കിങ്ഡത്തിലുള്ളവരും മായാവികളും മന്ത്രവാദികളും കൂടോത്രക്കാരും ഒക്കെ നിനക്കെതിരെ കയറി വരും. അല്ല, ഉഴപ്പി നടന്നാൽ ഒരു കുഴപ്പമില്ല എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉഴപ്പി എന്ന് വെച്ചാൽ ആരെ പോലെ? ഇന്ന് ലോകത്ത് കാണുന്ന മേജർ ക്രിസ്ത്യാനികളെ പോലെ നടന്നാൽ ഒരു കുഴപ്പവും വരാൻ പോണില്ല. വല്ലപ്പോഴും ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയി പള്ളിക്കാരനായ നടന്നാൽ മതി. വായിച്ച്. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. കേട്ടോ, സീലടിച്ചു തരികയാ വചനം. ഉപദ്രവം ഉണ്ടാവുന്നു. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്കൊക്കെ, എല്ലാവർക്കും. ഞാൻ ചിലർക്കൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ എടുക്കരുത്. ഞാൻ തെറ്റിച്ചു പറഞ്ഞതാ. ചിലർക്കൊക്കെ അല്ല, അങ്ങനെ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേർക്ക്? എല്ലാവർക്കും. ഒന്ന് പറഞ്ഞ എല്ലാവർക്കും. ഒന്നിനും പറഞ്ഞ എല്ലാവർക്കും. ഓൺലൈനായ നിങ്ങളും പറഞ്ഞ എല്ലാവർക്കും. പേടിയാണല്ലേ? എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. സീല് വചനം അടിച്ചു തരിക. എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ ഇനി എന്ത് പ്രതീക്ഷിച്ച് വേണം ഇവിടുന്ന് പോകാൻ? ഉപദ്രവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെ വേണം പോകാൻ. മനസ്സിലായോ? നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഇത് ഈ സത്യം അറിയാതെ ഉപദ്രവം വരുമ്പോൾ നിങ്ങൾ ഇടറും. അപ്പൊ ഇടറാതിരിക്കാനാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു, ഇതാ ഇവിടെ വന്നു പല ദുസ്വഭാവങ്ങളും മാറി, കള്ളുകൂടി മാറി, വീഡിയോലി മാറി, പല വിഷയങ്ങളും ദുസ്വഭാവങ്ങളും ഒക്കെ മാറി, ഇനി നല്ല ഒരാളായി, ഇനി ജീവിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചർച്ചിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും അച്ഛൻ അല്ലെങ്കിൽ പാസ്റ്റർ പറയുന്നത് ഇറങ്ങണ വെളിയില്. അപ്പൊ കഴിഞ്ഞതായി കള്ളും കുടിച്ച് ആളുകളുടെ തെമ്മാടിത്തരവും ഒക്കെ ചെയ്ത് നടന്നപ്പോ അങ്ങേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോ ഒന്ന് മര്യാദക്കാരനായപ്പോ ഇങ്ങനത്തെ മര്യാദക്കാരനാകണ്ടടാ നീ പഴയതുപോലെ മതി. വീട്ടിലെ പ്രശ്നം, ചർച്ച ചെന്നാൽ അവിടെയും പ്രശ്നം. യേശു യോഹന്നാൻ 16 പറയാണ്, അവർ നിങ്ങളെ പള്ളിന്ന് പുറത്താക്കുന്നു. എന്റെ കൂടെ വന്നാൽ അവർ എന്നെ പള്ളിന്ന് പുറത്താക്കി. നേരത്തെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കുഞ്ചിക്ക് പിടിച്ച് എന്നെ പള്ളിന്ന് പുറത്താക്കി. പിന്നെ ഞാൻ ഈ കടലോരത്ത് മലയുടെ മുകളിലും പിന്നെ വഞ്ചിയുടെ മുകളിലൊക്കെ അവൻ്റെ ആയിരുന്നു പ്രസംഗം. അവരെന്നെ പള്ളിന്ന് പുറത്താക്കി. പിന്നെ ഞാൻ അവിടെയും പ്രസംഗിക്കാൻ ഇവരെ അനുവദിച്ചില്ല. പിന്നെ ഞാന് ഗർസവനത്തോട്ടത്ത് നിൽക്കുമ്പോ ഗവൺമെന്റിനോട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ ഇതാ കൊണ്ട് ക്രൂശിച്ചു കൊന്നു. ഇവന്മാര് പച്ചമരമായി എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയ നിങ്ങളോട് ഇതിലും അധികം ചെയ്യും. ഏത് പള്ളിക്കാരെ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. വല്ലവരും അല്ല, സ്വന്തമായവരെന്നേ, പ്രസംഗകരെന്നേ, പള്ളിക്കാരെന്നേ കൈക്കൊണ്ടില്ല. ഗവൺമെന്റ് പറഞ്ഞു ഒരു കുറ്റം ഇവൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവര് പള്ളിക്കാര് സമ്മതിച്ചില്ല. അവര് പറഞ്ഞ് കള്ളനെ ബറാബാസിനെ തന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവനെ ക്രൂശിച്ചേ പറ്റൂ. കാര്യം എന്താ? ഇവന്റെ മെസ്സേജ് അപകടമാണ്. അവൻ പറയുക ദൈവരാജ്യം സമീപിച്ചെന്ന്. ഇവിടെ ഞങ്ങളുടെ രാജ്യമുള്ളപ്പോ ഇനി വേറെന്തിനാ ദൈവരാജ്യം? സർവ്വലോകവും ദുഷ്ടന്റെ പിശാചിന് കീഴിൽ കിടക്കുമ്പോ ഇവിടെ വേറെ എന്തിനാ വേറൊരു രാജ്യം? അങ്ങനെ ദൈവരാജ്യവും മനുഷ്യരാജ്യവും കൂടി ഒരുമിച്ച് ചേർന്ന്, പൈശാചിക രാജ്യവും മനുഷ്യരാജ്യവും കൂടി ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യം വരുന്നതിനെ തടയുകയാ. എന്റെ മക്കളെ, ഒരു രക്ഷയില്ല, ഇത് വന്നിരിക്കും.
ആരെങ്കിലും ഇതിനെ എതിർ നിന്നാൽ ആ രാജ്യം അവനെ തൂളിപ്പിച്ച് കളയും. ഹല്ലേലൂയ. ഒരു രക്ഷയില്ല, വന്നിരിക്കും. ഇപ്പൊ വീട്ടിലെ ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണ് ചർച്ചിലേക്കൊന്ന് പോയത്. വീട്ടിൽ ചെന്നപ്പോഴാണ് അവന് ഭർത്താവ് എതിര്, മക്കളെതിര്, എല്ലാവരും എതിര്. ചാച്ചന് ഇങ്ങനെയാണെങ്കിൽ പൊരുത്തപ്പെടാനൊക്കെ ബുദ്ധിമുട്ടായി. ആച്ചാ, ഞങ്ങളുടെ വിശ്വാസം നിൽക്കണം കേട്ടോ. ഇതൊക്കെ സഹിച്ച എന്നാ പിന്നെ ഇവിടെ നിന്ന് പോയി സൗകര്യമാവുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലർക്കും വീട്ടില് സൗകര്യക്കേടാ. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ നീ സത്യമായിട്ട് ജീവിക്കുന്നവനാ. ഇല്ലേ? നീ ഉഴപ്പനാ. അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലാത്ത. ദൈവത്തിന്റെ വചനം പറയാ, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കേ ഉത്തരം ഉണ്ടാവുകയുള്ളൂ, സൂത്രക്കാർക്കൊന്നും ഉണ്ടാവില്ല. ഹല്ലേലൂയ. അങ്ങനെ ചർച്ചിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെയും പ്രശ്നം. വായിച്ച യോഹന്നാൻ 16:1 നിങ്ങൾ ഇടറി പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ ഇടറി പോകരുത്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറയുന്നത്. അതായത് ഒരു ക്രൈസിസ് വരുമ്പോ അതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് വരുന്നു എന്ന് നാം അറിയുന്നതാണ് അതിന്റെ പരിച. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യേശു അവിടെ ചെയ്യുന്നത്. നിങ്ങളെ ഓൾറെഡി ഞാൻ അറിയിക്കുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ. ഇങ്ങനത്തെ വിഷയം വരും. എന്താണ് ആ വിഷയം? താഴേക്ക്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിന്ന് പുറത്താക്കും. കാരണം എന്താ? യേശുവിന്റെ കൂടെ കൂടി. ഡ്യൂപ്ലിക്കേറ്റ് യേശുവിന്റെ കൂടെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് യേശുവിന് എന്ത് മാത്രം മതി? 3 പാട്ട്, ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥന, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥന, ഒരു സങ്കീർത്തനം, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. പക്ഷെ ഒറിജിനൽ ക്രിസ്തു ആണെങ്കിൽ അങ്ങനെയല്ല. ഒറിജിനൽ ക്രിസ്തു പറയും, ഫോളോ മീ, എന്നെ അനുഗമിക്ക്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, എന്റെ മുഖമേറ്റി എന്നോട് പഠിക്കണം. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് അവസാനം പറയും ജയിക്കണം. മറ്റേ യേശു ആണെങ്കിലോ 3 യേശുസ്തുതി പാട്ട്. ആണുങ്ങളെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുക, പെണ്ണുങ്ങളെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുക, പിന്നെ ഒരു സങ്കീർത്തനം, പിന്നെ കമ്മിറ്റി മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ജനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ല ചെലവുണ്ടോ? ആകപ്പാടെ ചെലവ് അന്ന് ഇട്ട 5 രൂപ സ്വത്രക്കാഴ്ച. ഹല്ലേലൂയ. എന്നാൽ ഒറിജിനൽ യേശുവിന്റെ പിന്നാലെ പോയാൽ അതുപോരാ. യേശു 25 പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ മാത്രം നമ്മളോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. 25-ലധികം എന്നെ അനുഗമിക്കുക. അതിന് ചെലവുണ്ട്. എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു തന്റെ ക്രൂശം എടുത്ത് നാൾതോറും എന്റെ പിന്നാലെ വരട്ടെ. സഹനത്തിന്റെ ഒരു യാത്രയാണ്. നമ്മളുടെ പഴയ മനുഷ്യൻ തകർക്കപ്പെടുകയും പുതിയ മനുഷ്യൻ വളരപ്പെടുകയും ചെയ്യുന്ന ഒരു സഹനത്തിന്റെ യാത്ര. ഹല്ലേലൂയ. ഇത് ഉഴപ്പന്മാർക്കൊന്നും പറഞ്ഞതല്ല. ബൈബിളിലെ മനോഹരമായ കൃപയുടെ സുവിശേഷമാണ് ദൈവരാജ്യ സുവിശേഷം. അതിൽ ദൈവരാജ്യ സുവിശേഷത്തെ അടർത്തിയിട്ട് കൃപ മാത്രം എടുത്ത് എല്ലാം യേശു ചെയ്തു, ഇനി ഞങ്ങൾ അങ്ങ് സ്തുതിച്ച് അവിടെ എത്താമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സ്വയം ചതിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. എന്താ കാര്യം? യേശുവെ അനുഗമിക്കാൻ പോയതാ. യേശുവിന്റെ പേരിൽ ചുമ്മാ പാട്ടും പാടി നടന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. യേശുവെ അനുഗമിക്കാൻ പോയതാ. പള്ളിയിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, ആദ്യത്തെ സ്റ്റേജ് അത്. രണ്ടാമത്തെ സ്റ്റേജ് നിങ്ങളെ കൊന്നു കളയുന്നു. നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല അവർക്ക്. ഇതല്ല യേശുവിനെ, ഗവൺമെന്റ് യേശുവിനെ വിടാൻ തീരുമാനിച്ചു. ഒരു കുറ്റമില്ല ഇവന് എന്ന് പറഞ്ഞപ്പോ പള്ളിക്കാരൻ അവിടെ എന്നാ പറഞ്ഞേ? ജനത്തെ എല്ലാം പറഞ്ഞേൽപ്പിച്ചു, എല്ലാവരും പറഞ്ഞേൽപ്പിച്ചു. അതായത് ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞതാണ് ഈ ജനം പറയുള്ളൂ. കാരണം അത്രമാത്രം അഡിക്റ്റ് ആയിപ്പോയി. അച്ഛൻ പറഞ്ഞ സത്യമോ അല്ലയോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. എല്ലാത്തിനെയും പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ജനം അങ്ങ് അലറി, ഇവനെ ക്രൂശിക്കേ, ഇവനെ ക്രൂശിക്കേ. അതായത് ഇവനെ കൊന്നാൽ അത് ഞങ്ങളുടെ ദൈവത്തിന് ഇഷ്ടം, ആരാധനയാണെന്നത്. ഇതിന് യേശു പറഞ്ഞു. താഴേക്ക് വായിച്ചേ.
അത്രയുമല്ല, അതും നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കല് മാത്രമല്ല, യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. മനസ്സിലായോ? നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരുന്നു. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ചിന്തയിൽ നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തെ ആരാധിക്കുക. യഹൂദന്മാരുടെ ചിന്തയിൽ എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളത്തരം പറയുകയാണ്, ഇവനങ്ങ് കൊന്നുകളാ. ഹല്ലേലൂയ. ദൈവരാജ്യവുമായി ഒരുത്തം വന്നേക്കണു. അപ്പോഴും അവർക്ക് എന്തുണ്ട്? അവർക്ക് അവരുടെ സുവിശേഷീകരണമുണ്ട്, അവർക്ക് അവരുടെ പള്ളിയിൽ പാട്ടുണ്ട്, അവരുടെ പള്ളിയിൽ പ്രസംഗമുണ്ട്, അവര് ബൈബിളിൽ തോറയെടുത്തുകൊണ്ട് ചുറ്റി നടക്കുന്നുണ്ട്. അതാണ് യേശു പറയുന്നത്, നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് കരയും കടലും ചുറ്റി സഞ്ചരിക്കുകയാണ്. മത്തായി 23 ഒരുത്തനെ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി ഭയങ്കര സുവിശേഷീകരണം കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ടാണ് ഇതാ യേശുവിനെ കൊല്ലാൻ പറയണേ. ഹല്ലേലൂയ. ഇതാണ് മത്തായി 23 അധ്യായം 12-13 ഭാഗങ്ങൾ നമുക്കത് കാണാം. വായിച്ചേ. 14-15. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, കപട പ്രസംഗക്കാരെ, ഇതാ യേശു പറയുന്നത്, കപട പ്രസംഗക്കാരെ, താഴേക്ക്. നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ, നിങ്ങൾ ഒരുത്തനെ നിങ്ങളുടെ പള്ളിയിൽ ചേർക്കാൻ, നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കും. കടലും കരയും ചുറ്റി സഞ്ചരിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചേർന്ന ശേഷം ആളെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കും. അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കി മാറ്റുന്നു. അപ്പൊ പ്രസംഗിച്ച ബൈബിൾ അല്ലെങ്കിൽ തോറ പ്രസംഗിച്ച ദേവദാസൻ ജഡ്ജിയുടെ അഭിപ്രായ പ്രകാരം നരകത്തിലേ പോകൂ. കേട്ട് കടന്നു വന്നവരെ നരകത്തിലേ പോകൂ. പക്ഷെ ഭയങ്കര ഇളക്കമാ, ഭയങ്കര റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കടലും കരയും കടന്ന് ഇങ്ങനെ പ്രസംഗം നടക്കുക. ആളെ കിട്ടുന്നു, ഇതാ അവരെയൊക്കെ മതത്തിൽ ചേർക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇരട്ടിച്ച നരകസന്തതിയായി എല്ലാം കൂടി നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. അന്ന് നിങ്ങൾ എന്നോട് പറയും, നിങ്ങൾ എന്നെ കർത്താവായി സ്വീകരിച്ചെന്നു, എന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കിയെന്നും ഭൂതങ്ങളെ പുറത്താക്കിയെന്നും പ്രവചിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് പറഞ്ഞുവിടും. ഞാൻ പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല, ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തീയ ജീവിതം പട്ടുമത്തയല്ല, ഇത് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായ ക്രിസ്തുവെ അനുഗമിക്കുന്ന ഒരു യാത്രയാണ്. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ, അതായത് നമ്മുടെ സ്വയത്തെ ത്യജിച്ച് നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ യേശുവിന് വേണ്ടി ജീവിച്ച, എങ്ങനെ യേശു ക്രിസ്തു പിതാവിന് വേണ്ടി ജീവിച്ചതുപോലെ ഞാൻ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ പിതാവിന് വേണ്ടി ജീവിക്കുകയാ. ആ ഒരു ജീവിതത്തിലാണ് നാം ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഇതാ യേശു പറഞ്ഞത്, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. പക്ഷെ നീ എനിക്ക് വേണ്ടി ഈ ജീവനെ കളഞ്ഞാൽ നീ അതിനെ നേടും. ഇന്ന് നല്ലൊരു മക്കൾ പള്ളിക്കാർ എന്താ ചെയ്യണം? യേശുവിന്റെ നാമം വെച്ചുകൊണ്ട് ഈ ജീവനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ നോക്കുക, ജീവനെ നേടാൻ നോക്കുക. യേശു പറഞ്ഞു ചോദിച്ചു, നീ അതിനെ കളയത്തുള്ളൂ. പകരം നീ ഈ ജീവനെ, നിനക്കുള്ള ഈ സമയത്തെ എനിക്ക് വേണ്ടി തന്നാൽ നീ അതിനെ നേടും. അതിന്റെ അർത്ഥം, ഇനി ഞാനും നിങ്ങളും അല്ല ഈ ശരീരത്തിൽ ജീവിക്കേണ്ടത്, ക്രിസ്തു ജീവിക്കണം. ഇതാ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചു, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ഇതാ ക്രിസ്തു പറയുന്നത്, ഞാനല്ല, പിതാവ് എന്നിൽ ജീവിക്കുന്നു, എന്നിലൂടെ ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തുവിലുള്ള ഒരു ദൈവപുത്രനിലൂടെ പിതാവ് ഈ ലോകത്ത് ജീവിക്കും. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെയാകും. ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയ മക്കളെ അനേകം നാളുകൾ പിടിക്കും നിങ്ങൾക്ക് ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ ദൈവം നിങ്ങളോട് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും, ചർച്ചിൽ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു കാര്യം, ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷം പേരും തിരികെ പോകും. ഭൂരിപക്ഷം പേരും തിരികെ പോകും. ഹല്ലേലൂയ. മോൻ വന്ന് ധ്യാനം കൂടി,
അമ്മ വന്ന് പറഞ്ഞു, ഇടാ നമ്മുടെ പഴയ വിശ്വാസം കേട്ടോ, വേണ്ടേ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ദുരുപദേശമാണ്. ഓ, അമ്മ പറഞ്ഞു, രക്തബന്ധം പറഞ്ഞു, എന്നാൽ ഞാനിനി ആത്മബന്ധം എനിക്ക് വേണ്ടെന്ന് വയ്ക്കുക. ഇത് ടെസ്റ്റാണ് മക്കളെ. ഈ കൈ കൊണ്ട് സ്നാനപ്പെടുത്തിയ പലരുമുണ്ട്. ഗൾഫിൽ ഈ കൈ കൊണ്ട് സ്നാനപ്പെടുത്തിയ 2 ഇരട്ട പിള്ളേര്. ഭയങ്കര ദൈവത്തോടുള്ള സ്നേഹം, തീക്ഷ്ണമായ സ്നേഹം. 2 നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ഭാര്യമാരെ അവിടെ കൊണ്ടുവന്നു. ഒരൊറ്റ പ്രാവശ്യമേ ചർച്ചിലേക്ക് പിന്നെ കയറിയോ. ഈ ഭാര്യമാർ ഈ 2 എണ്ണത്തിനെയും വലിച്ചു മാറ്റി. ആദം ആവർത്തിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാണിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ആത്മബന്ധത്തിലേക്ക് മടങ്ങി വാ. ദൈവം ഇതിലൂടെ പലരോട് സംസാരിക്കുന്നു. നിന്റെ രക്തബന്ധത്തിലൂടെ നീ ആത്മബന്ധത്തെ കട്ട് ചെയ്തിരിക്കുക. മടങ്ങി വാ. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിനക്ക് ഏതാനും നാളുകൾക്കേ ഉള്ളൂ. നിന്റെ ഭർത്താവ് നിനക്ക് ഏതാനും നാളുകൾക്കേ ഉള്ളൂ. നിന്റെ മക്കൾ നിനക്ക് ഏതാനും നാളുകൾക്കേ ഉള്ളൂ. നിന്റെ ഭൂമിയിലെ അപ്പനും അമ്മയും ഏതാനും നാളുകൾക്കേ ഉള്ളൂ. അതൊക്കെ രക്തബന്ധമാ. യേശു പറയുകയാണ്, ഈ രക്തബന്ധമല്ല, എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്ത് എന്റെ പിതാവിന്റെ പ്രവർത്തികൾ തികയ്ക്കുന്നവരാണ് എന്റെ അപ്പനോ എന്റെ അമ്മയും സഹോദരങ്ങളും. സോറി, അപ്പനല്ല, അപ്പൻ ഓൾറെഡി സ്വർഗത്തിലുണ്ട്. എന്റെ അമ്മയും സഹോദരങ്ങളും. ഹല്ലേലൂയ. ആ അപ്പന്റെ കുടുംബത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ ഇത് തിരിച്ചറിയുക. നിത്യമായ കുടുംബം ആ ദൈവഭവനമാണ്. എഫേസ്യ ലേഖനം 2:19 വായിച്ച്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിന്റെ ഭവനക്കാർ, അതാണ് നമ്മുടെ നിത്യഭവനം. ദൈവത്തിന്റെ ഭവനക്കാര, അതിനാ വിളിച്ചിരിക്കണേ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3:6 വായിച്ച്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നാം തന്നെ അവന്റെ ഭവനമായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭവനമായ നമ്മളെ വിളിച്ചേക്കണേ. ദൈവത്തിന്റെ കുടുംബമായ നമ്മളെ വിളിച്ചേക്കണേ. അത് നിത്യമായ അവകാശമാണ്. എബ്രായ ലേഖനം 9:15 വായിച്ച്. അതു നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ട അവകാശം, നിത്യ അവകാശം. ഈ ഭൂമിയിൽ അപ്പച്ചനും അമ്മമാരും വെച്ചോട്ട് പോകുന്ന 15 വർഷത്തെ 20 വർഷത്തെ അവകാശങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ. കുറച്ച് നാൾ ആ പുരയിടം നമ്മുടെ പേർക്ക് എഴുതി, അതിനുശേഷം ഇതാ നമ്മൾ മരിച്ചു, അടുത്ത ആളുടെ പേര് എഴുതി, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റു, ഫിനിഷ്. അതല്ല ഇത്. നിത്യ അവകാശം, നിത്യഭവനം, നിത്യ അവകാശം, നിത്യമായ മക്കൾ, എല്ലാം നിത്യം നിത്യം നിത്യം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കട്ട്.